ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മളടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമുക്കൊരു 5 കിലോമീറ്റർ ഇടുന്നുണ്ട്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം സാധനം വാങ്ങാൻ ഇങ്ങനെ പോകുന്നതാണ്. അപ്പം നമ്മളെ സൂപ്പർ മാർക്കറ്റ് കാണിച്ചു തരാം. കുറച്ച് ട്രാഫിക് ഉണ്ടെന്ന്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ അവസാനം നമ്മൾ ടോപ്സ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോവാം. കുറേ കേക്കെല്ലാം ഉണ്ട് ഇടാം, ഏത് തരം വേണമെങ്കിലും കിട്ടും. നല്ല കളർഫുൾ അല്ലേ? ഇതാ മറ്റേ മച്ച അല്ലേ, പച്ചയല്ല പച്ച കളർ അല്ലേ? അതേപോലെ വീഡിയോ ഉണ്ട് കുറേ പിള്ളേരിൽ അങ്ങനത്തെ ഡോണറ്റ് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്. കപ്പ് കേക്ക് ഒക്കെ എത്ര കളർ ഉണ്ട്. പിന്നെ ഈ സാധനം എല്ലാവരുടെ വാങ്ങുന്നത് എന്തോ ഒരു കളർഫുൾ ആയിട്ടില്ല, എന്തെന്ന് അറിയില്ല. അപ്പം നമ്മൾ ആദ്യം കണ്ടത് അവക്കാഡോ ആണ്. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഏത് ഫ്രൂട്ട് കിട്ടിയാലും ജ്യൂസ് അടിച്ച് കുടിക്കാമെന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ. അപ്പോൾ പഴുത്ത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. നല്ലതല്ലേ അവക്കാഡോ? കിലോന് എത്രയാന്നിനി? 89,000 വേണ്ടി, അതായത് 310 റുപ്യ വരും നമ്മൾ. പിന്നിലത് പേരക്കയാണ്. പേരക്കതാ നല്ല കവർ, 2 കവറിലായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് എന്തോ കൊത്തിയിട്ടെല്ലാം ഉണ്ടാവുമെന്നില്ല, പേടിയൊന്നും വേണ്ട. ഇത് ചെറിയ മിടിയാകുമ്പോഴേ അവരിങ്ങനെ ഇട്ട് വെക്കും. 18,000 റുപ്യാണ്, അതായത് ഒരു 60 രൂപേൻ്റെ ഉള്ളിൽ വരും. പിന്നെ ഇടയിൽ മെയിനായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. അത് 2 കളറും ഉണ്ട്, ചുവപ്പും ഉണ്ട് വെള്ളയും ഉണ്ട്. ചുവപ്പിൻ്റെ റേറ്റ് കൂടുതലാണ്. ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ, ഒന്ന് മനസ്സിലാക്കാം ഏതാന്നുള്ളത്. ചുവപ്പിന് എത്ര? 30,000, അതായത് 100 റുപ്യ വരും. വെള്ളക്ക് 60 റുപ്യ 70 റുപ്യ ആ റേഞ്ചിലേ ഉള്ളൂ. നമ്മൾ ഒരു ക്യാബേജ് എടുക്കാം നമുക്ക്. ക്യാബേജിന് എത്ര? 120 റുപ്യ 130 റുപ്യെല്ലാം ഉണ്ട് കിലോന്. ചോളം ഇത് കണ്ടിനാ, 3 കളർ ചോളം കണ്ടിനാ, മഞ്ഞ, വെള്ള, പിന്നെ വയലറ്റ്. കാണിച്ചു 3 കളർ ഉണ്ടല്ലേ? 3 കളർ. ടേസ്റ്റ് കൂടുതൽ മഞ്ഞക്ക് തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഇത് 3 കളർ. വെള്ള കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇത് കണ്ടിട്ടില്ല, കുറവാന്ന്. നമുക്ക് ഇത് വേണ്ടേ? മഞ്ഞ മതി. മഞ്ഞ ചെറുള്ളി. പിന്നെ ഇതേണ്ടാ ചെറിയ ചെറുള്ളി, പക്ഷെ ഇതവരെ എന്തോ മറ്റേ സർവത്തായിലെല്ലാം ഒഴിക്കുന്നതാണ്. ഇത് നോർമൽ ചെറുള്ളിയാണ്, വലുതാണ് കുറച്ച്. ഇതിനെത്ര? 52,200 വേണ്ടിയാ? ഇത് കുറവാണ്. ഇതിവിടെ നല്ലോണം ഉണ്ട്. നല്ല ഫ്രഷ് ക്യാരറ്റ് ഉണ്ട്, പീൽ ചെയ്ത് വെച്ചുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഏത് വേണമെങ്കിലും വേണമെന്ന് എടുക്കാം. ഒരു പീൽ ചെയ്ത് വെച്ചെടുക്കാം. ഇനി 11,000 അത്രയല്ലോ, 30 റുപ്യല്ലോ. ഒരു ബ്രെഡ് എടുത്താലോ? ബ്രെഡ് കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. മുന്തിരിയെല്ലാം ഇട്ടിട്ടുണ്ട്. വലുത് വേണമെങ്കിൽ വലുതെടുക്കാം, ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കാം. ഇത് കുറച്ച് മധുരം ഉണ്ടാവും. നമുക്ക് സാധാ മതി. പിന്നെ ഇതൊരു വീറ്റ് ബ്രെഡ് പോലത്തെ എന്തോ മിക്സഡാണ്. ഇത് ഉണ്ടോ? ഫ്രൂട്ട്സ് എല്ലാം മുറിച്ച് വെച്ചിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് വെച്ചിട്ടുണ്ട്. എല്ലാം ഫ്രഷ് ഫ്രൂട്ടാണ് എല്ലാം ഇവിടെ കിട്ടുന്നത്. എല്ലാ ഫ്രൂട്ട്സും എല്ലാ ചില ദിവസങ്ങളിൽ കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടാവും. വാട്ടർ മെലൺ ഉണ്ട്, പിന്നെ ഇതെന്ന് ആ സാധനത്തിന്റെ പേര് മസ്ക് മെലൺ ഉണ്ട്, പേരക്കയുണ്ട്. നല്ല വിലയുണ്ട്. 400 ഗ്രാംസിന് 32,300, ഏകദേശം 120 റുപ്യ റേഞ്ചിൽ വരും. വത്തക്കെല്ലാം കുറവ്, 10-30 റുപ്യ അത്രയും. മാങ്ങക്കും കുറവ്. പേരക്ക ചോന്ന പേരക്കയാണ്, വള്ളിയുണ്ട്. പിന്നെ ഇവിടുത്തെ ക്യാൻഡി കണ്ടാ എല്ലാം ജെല്ലിയാണ്. നമ്മളാണെങ്കിൽ ചോക്ലേറ്റ് ഉണ്ട്, പക്ഷെ അത് കുറവാണ്. കൂടുതൽ പിള്ളേർ കഴിക്കുന്ന എടുത്ത ജെല്ലിയാണ്. എന്തല്ലോ ടൈപ്പ്. പിള്ളേർ തന്നെ വന്ന് ഇവിടുന്ന് എടുക്കും. പിന്നെ എടുത്ത അരി കണ്ട, കറുപ്പ്, ചുവപ്പ്, വെള്ള, നമ്മളെ ബസുമതിന്റെ ടൈപ്പ്. ബ്ലാക്ക് റൈസ് അല്ലേ? അത്ര നീളമുണ്ട് അരി. ഇതെല്ലാം മിക്സഡ് ആണ്. അതിൽ മറ്റേ ധാന്യങ്ങൾ, പരിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇവിടെ കൂടുതൽ സ്റ്റിക്കി റൈസും പിന്നെ ഈ ബ്ലാക്ക് റൈസും. ബ്ലാക്കും റെഡും. കുറച്ച് ബ്ലാക്ക് റൈസ് എടുത്താലും നമുക്ക് ഇന്നലെ എവിടെയോ പുട്ടുപൊടിയൊക്കെ കണ്ടിട്ട് ഫേസ്ബുക്കിൽ. അങ്ങനെ ആക്കാം. അതുപോലെ നമുക്ക് പുട്ടുപൊടി ട്രൈ ചെയ്താലോ? ബ്ലാക്ക് റൈസിനെ കൊണ്ടല്ലേ? ഇവിടെ പുട്ടുപൊടി കിട്ടുന്നില്ലല്ലോ. എത്ര ബ്ലാക്ക് റൈസിന്? 61,000, അതായത് ഒരു
61,000 എന്ന് പറഞ്ഞാൽ 200 രൂപേൻ്റെ ഉള്ളിൽ വരും. അപ്പം ഇതൊന്നും എടുക്കാം. ഇതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന തൈര് എന്ന് പറയുന്നത്. ഒരു മറ്റേ യോഗട്ടിന്റെ ദിനാ മിൽക്കിന്റെ അല്ലേ? മിൽക്കിന്റെ. ഇനി 22,000 വേണ്ടി അല്ലേ? ആ അത്രയും. പിന്നെ ഇതെല്ലാം ഫ്രൂട്ട് ഫ്ലേവേർഡ് യോഗട്ട്, അത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെന്തോ ഇത് യാക്കുൾട്ട് എന്ന് പറഞ്ഞ ലിക്വിഡ്, ഇതെല്ലാം ഇവിടെ ഏറ്റവും അധികം ആൾക്കാർ കുടിക്കുന്നത്. നാട്ടിലില്ല എന്നല്ലേ? നല്ല ടേസ്റ്റാണ്. ഒരു ടോണിക്കിന്റെ പോലത്തെ. ടോണിക് വേണ്ടേ? ഇത് വേണം. മിക്സഡ് എടുത്താലോ പ്രാവശ്യം. മുട്ട വേണ്ടേ? മുട്ട ഇതാന്നിട്ട് എടുത്ത മുട്ട 10 എണ്ണത്തിന്റെ കവറ്. ഡേറ്റ് എല്ലാം ഉണ്ടാവും. ഓരോ മുട്ടക്കും ഡേറ്റ് ഉണ്ടാവുന്നല്ലേ? ഓരോരോ കളർ ഉണ്ട്, പക്ഷെ അത് എന്താന്ന് ഇത് നമുക്ക് മനസ്സിലായിട്ടതാ. ഓരോരോ ടൈപ്പ് മുട്ടയാണ്. ബ്ലൂ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പാക്കറ്റ് ഉണ്ട് 4 എണ്ണത്തിന്റെ അല്ലേ? 6 എണ്ണത്തിന്റെ. ഈ മുട്ടക്ക് എത്ര? 10 മുട്ടക്ക് 27,500 വേണ്ടി. ഏകദേശം 100 റുപ്യന്റെ താഴെ അല്ലേ? നാട്ടിലാണ് ഏകദേശം അതുപോലെ സെയിം റേറ്റ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ പാലല്ലേ? യെസ്. നമ്മളെ കൊട്ടപ്പാൽ ഇവിടെ കിട്ടുന്നില്ല എന്നാണ് എവിടെയും കണ്ടിട്ടല്ലോ ഇതുവരെ. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ പാസ്ചറൈസ്ഡ്. ഏത് കമ്പനി ഇത്? ട്രൂ മിൽക്ക് അല്ലേ? ഇത് ഇത് ട്രൂത്ത് മിൽക്ക്. ഇതിന്റെ തന്നെ കുറേ കട്ടിയുണ്ട്, ലൈറ്റ് ഉണ്ട്, അതിനേക്കാളും ലൈറ്റ് ഉണ്ട്. പിന്നെ എത്ര പൈസ? 41,400 വേണ്ടി 1 ലിറ്ററിനല്ലേ? 1 ലിറ്ററിന്, അതായത് ഏകദേശം 150 റുപ്യന്റെ അടുത്ത് വരും. അങ്ങനെ നമ്മളെ മീനിന്റെ സെക്ഷനിലെത്തി അല്ലേ? അപ്പൊ നമ്മളെ മീൻ എന്ന് പറയുന്നത് ആവോലിയാണ്. ഇത് മാത്രമേ നമുക്കൊരു ടേസ്റ്റ് ഇതായിട്ടുള്ളൂ. പിന്നെ അയിലും കറ്റിയും പ്രശ്നമില്ല. കറുത്താവോലി അല്ലേ? കറുത്താവോലി. എത്ര ആവോലിക്ക്? എത്ര ആവോലിക്ക് ചോദിക്കേണ്ടി വരും. തിരിയുന്നില്ല എഴുതിയത്. അതവിടെ എഴുതിയിട്ട് 2,9 കൊണ്ട് 2,09,000 അല്ലെങ്കിൽ 1,60,000. പിന്നെ കൊറേ ബ്രാല് അങ്ങനെയുള്ള മീനെല്ലാം ഉണ്ടല്ലേ? പക്ഷെ ഇതെല്ലാം ഇവിടെ വളർത്തുന്ന ആ ഒരു ടൈപ്പാന്ന് തോന്നുന്നു. നമ്മുടെ കടയിൽ നിന്ന് പിടിച്ച ആ ഒരു ഇതല്ല. പിന്നെ ഇതെന്തിയ ചെമ്മീനുണ്ട്, തവളയുണ്ട്. ഇത് തവള അല്ലേ? കൂന്തലൊക്കെ എത്ര വരുന്നത് ഇവിടെ? കൂന്തലുണ്ട്. കൂന്തല വലിയ കൂന്തൽ. ഇതാ വലിയ കൂന്തൽ. തവള നോക്കറ കുറേ ഉണ്ടല്ലേ? പിന്നെ വലിയ മീനുണ്ട് നമ്മളെ പുഴയെല്ലാം ഉണ്ടാകുന്ന അങ്ങനത്തെ വളർത്തുന്ന തിലോപ്പിയ പോലത്തെ. അല്ലേ? ആ ഒന്നുകൂടി എടുത്തോ? അത് പിന്നെ കിട്ടില്ല. അടുത്ത ആഴ്ച ഉണ്ടാവില്ലല്ലോ. ഹലോ, അവര് മുറിച്ചിട്ടെല്ലാം തരും. അതുകൊണ്ട് നമുക്ക് പണിയൊന്നുമില്ല. മുറിക്കണമെന്നില്ല. അവര് മുറിക്കുമ്പോ ഫുള്ളായിട്ട് ക്ലിയർ ആവുന്നില്ല. ആ ചെളുക്ക പോയില്ല. അവര് ജസ്റ്റ് ഇതാക്കുന്നേ. നമുക്ക് കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കാം നല്ല ഇതായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് അയിലയും മേടിക്കാം അല്ലേ? അയിലൊക്കെ കിലോന് എത്ര? 300 അല്ലേ? 300. ഓക്കെ. അയില പാങ്ങണ്ട? നല്ല അയില തന്നെയാ. ഒപ്പിക്കാം. പൊട്ടിയത് വേണ്ട, പൊട്ടാത്ത എടുത്തോ. ഭാര്യയും തമ്മിൽ കൺഫ്യൂഷൻ ആയി ആദ്യം. ഇത് അയിലും ഇത് പാരയാ? പാരയ്ക്ക് അവര് വരയുണ്ടാവും. ഇത് പാര അല്ല? ഇത് അത് പാര. ഇത് അയില. എനിക്ക് മനസ്സിലായിട്ടാ ഇപ്പോഴും. കാണുമ്പോ രണ്ടും ഒരേപോലെ ഉണ്ട്. അതിന് ഒരു വരേന്റെ വ്യത്യാസമുണ്ട്. എന്തേലും പിന്നെ എല്ലാരും വലിയ എടുക്കാറുണ്ട്. 4 എണ്ണം എടുക്കാല്ലേ? 4 എണ്ണം എടുക്കാം. 5 എണ്ണം എടുത്തോ? മതി. നെയ്മീനെല്ലാം തോന്നുന്നു. അറിയില്ല. അതെയാ? ഇന്ത്യന്റെ പേര് എഴുതിയിട്ടില്ലേ? അടുത്ത് വില ഉണ്ട് കിലോന്. 2,92,000. ഈ 2 പീസിന് തന്നെ 300 രൂപ ഉണ്ടല്ലേ? ചിലപ്പോ ആയിരിക്കും നെയ്മീനിലായിരിക്കും. പിന്നെ സാൽമൺ ഉണ്ട്,
നല്ല മീൻ അല്ലേ? പീസ് നല്ല ഇറച്ചി. അത് നമുക്ക് ഉണ്ടല്ലോ കുറച്ച് കൊണ്ടുപോയത്. പിന്നെ ഇതൊരു പാമ്പ് ഇടാ ഇടക്ക്. എന്ത് പാമ്പ്? ആ കാണുമ്പോ പൊടിയാന്നല്ലേ? കല്ലുമ്മക്കായ ഉണ്ട്. കല്ലുമ്മക്കായ വേണ്ട, അതെനിക്ക് അലർജി അല്ലേ. പക്ഷെ അത് ഓരോരാള് മറ്റേന്ന് കല്ലുമ്മക്കായ നിറച്ചിട്ടെല്ലാം തിന്നുന്നല്ലോ, അപ്പൊ അത് പ്രശ്നം ഉണ്ടാവില്ല. അത് വലിയ കല്ലുമ്മക്കായല്ലേ? അല്ല എന്നിട്ടായിരിക്കില്ല, ചിലക്ക് കല്ലുമ്മക്കായ പറ്റില്ലെന്ന് തോന്നുന്നു. കൈയെല്ലാം കഴുകിയിട്ട് കൈയെല്ലാം ഉണക്കുന്നുണ്ട്. അത് നല്ല സംവിധാനല്ലേ, മീൻ്റെ അടുത്ത് തന്നെ കൈ എടുക്കുന്നതിലുള്ളത്. പക്ഷെ അതിന്റെ വെള്ളം വരുന്നത് നീ കാണിച്ചു തന്നെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നീ വെള്ളം എടുത്ത് വരുന്നതായിട്ട് കുറേ നോക്കുന്നുണ്ട്. അത്ര വരുന്നു. വെള്ളം അധികം പഴവില്ലല്ലോ, ഒന്നല്ലേ അല്ലേ. അപ്പൊ പിന്നെ പൈപ്പ് എന്തിനാടാ തിരിക്കാനൊന്നും ഇല്ലല്ലോ. അത് വെറുതെ തിരിച്ചിട്ട് കളയണ്ടാവും. ഇത് തിരിക്കണം. എന്താ തിരിച്ചോ? വന്നോ? ഓഫാക്കി വരില്ലല്ലോ. ഇല്ല ഗൈസ്, നമ്മുടെ എണ്ണ വന്നു. എണ്ണ ഇതാ 1 ലിറ്റർ എണ്ണ. ഇതാണ് ഇവിടെ വിയറ്റ്നാമിൽ കിട്ടുന്ന വെളിച്ചെണ്ണ. തേങ്ങയുടെ ചിത്രം ഉണ്ട്. തേങ്ങയുടെ ചിത്രവും എന്തെല്ലാം ഫ്രൈ ആക്കിയുള്ള ചിത്രമെല്ലാം ഉണ്ട്. അതുകൊണ്ട് വെളിച്ചെണ്ണ എന്ന് മനസ്സിലായത്. എഴുതിയൊന്നും മനസ്സിലാവുന്നില്ല. വിയറ്റ്കോ എന്നുള്ള കമ്പനിയുടെ സാധനം തോന്നുന്നു. 1 ലിറ്റർ എണ്ണക്ക് 60,000, അതായത് ഒരു 200 രൂപേന്റെ ഉള്ളിൽ വരുന്നല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയുണ്ട് പക്ഷേ എണ്ണക്ക്? 200 രൂപ വരും എടുത്ത. 200. നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും കൂടുതലില്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ 350-400 450 പോയ സമയല്ലേ. 2 വേണോ 1 വേണോ? 1 മതിയല്ലേ ഇപ്പൊ തൽക്കാലം. വേണമെങ്കിൽ 1ന്റെ 2 എടുത്തോ. ഒരു മിൽക്ക് മെയ്ഡ് വാങ്ങാം. ജ്യൂസ് എല്ലാം ആക്കുമ്പോ നല്ലതല്ലേ. 1/2 ലിറ്ററാ ഇത്? 1 ലിറ്ററാന്ന് തോന്നുന്നു. 100 റുപ്യ. പ്രശ്നം വലുതില്ലല്ലോ, ഇതന്നെ വലുത്. പിന്നെ എന്തെല്ലോ ഉണ്ടല്ലോ ഇവിടെ, വേറെ എന്തെല്ലോ സാധനങ്ങൾ. ഇവിടെ ജ്യൂസിലെല്ലാം അധികവും പാലിന് പകരം കുറച്ച് മിൽക്ക് മെയ്ഡാന്നല്ലേ യൂസ് ചെയ്യുന്നത്. പാല് കൂട്ടുന്ന കുറവല്ലേ എല്ലാവരും. പാല് ഒഴിവാക്കിയിട്ട് മിൽക്ക് മെയ്ഡ് കൂട്ടുന്നത്. അപ്പൊ മധുരമായി പാലുമായി രണ്ടുമായി. കോഫിയിലും എല്ലാത്തിലും മിൽക്ക് മെയ്ഡ് കൂട്ടുന്നുണ്ട് വരും. അപ്പൊ നമ്മുടെ സാധനം മണിക്കൽ കഴിഞ്ഞ് ഇനി ബില്ലാക്കാൻ പോവാം. ഇവരെന്നെ നമുക്കെല്ലാം പാക്കെല്ലാം ആക്കി തരും. അതുകൊണ്ട് നമുക്ക് കൊട്ടയിലെല്ലാം ആക്കിയിട്ട് തരും. അപ്പോൾ ബില്ലെല്ലാം അടിച്ചിട്ടുണ്ട്. നമ്മളെ സാധനമെല്ലാം റെഡി ആയിട്ടുണ്ട്. എത്രയായത്? 5,76,000 വേണ്ടി അല്ലേ? അപ്പൊ ഇതാണ് നമ്മ ഇന്ന് വാങ്ങിയ സാധനത്തിന്റെ ബില്ല് എന്ന് പറയുന്നത്. എടുത്ത 5,76,000 നമ്മളെ 2,000 രൂപേൻ്റെ അടുത്ത് വരും. ഇത്രയും സാധനം നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.